ലീവൊക്കെ ഇനി അടുത്ത കൊല്ലേ ഉള്ളൂ. ആഹാ, നീ പോകാൻ ഇറങ്ങിയോ? തമ്പുരാട്ടി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇപ്പം പോകുന്ന വിഷമത്തിൽ അവള് പൂക്കണ്ണുനീര് ഒഴുക്കുമായിരിക്കും. സുരേഷിനെ ഞാൻ വിളിച്ചിരുന്നു. നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ സ്വീകരിക്കാൻ റെഡിയാണ്. എന്തു പറയുന്നു? അയാൾ ഇവിടെ വന്ന് എന്റെ കാല് ഒടിച്ചാൽ ഞാൻ പോവാം, അല്ലാതെ വലിഞ്ഞേറി ചെല്ലാനൊന്നേ എന്നെ കൊണ്ട് പറ്റൂല. ഡാ, ഇവളിവിടെ നിൽക്കുന്നോണ്ട് നിന്റെ പെണ്ണുമ്പിളക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ പറഞ്ഞ് വീട്ടിൽ വിടറാ, അല്ലാണ്ട് എന്റെ കൊച്ചിനെയല്ല പറഞ്ഞു വിടുന്നത്. കല്യാണം കഴിച്ചൊരു കൊച്ചുമായി, നീയിപ്പോൾ അവളെ കൊണ്ട് ഞാൻ കളയുന്നത് എങ്ങനെ? അതുകൊണ്ടേ ഞാൻ അവളെ കൂടെ കൊണ്ടുപോവാ. എങ്ങോട്ട്? ആഹാ, നീ എന്താ പോകുന്ന വഴിക്ക് വീട്ടിലോട്ട് ഇറങ്ങാൻ പോവാണോ? അല്ല ചമ്മേ, നമ്മള് ദുബായി പോവാ. ദുബൈയിലോ? ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ട്? ദുബായിലോട്ട്. അമ്മയ്ക്ക് എന്തായാലും ഇവളെ കാണുന്ന ചതുർത്ഥിയല്ലേ, അതുകൊണ്ടേ നീയിപ്പോൾ സരിത അമ്മയും കൂടെ ഇവിടെ സന്തോഷമടങ്ങി ജീവിച്ചു. എന്നാലും ചേട്ടത്തി ഇപ്പം അമ്മ ഇരുന്നെല്ലാം ഒപ്പിച്ചെടുത്തല്ലോ. ശരി, വെറുതെ അവളെ കുറ്റം പറയുന്നത് വേണ്ട. ഇതെൻ്റെ മാത്രം തീരുമാനമാണ്. പിന്നെ നിങ്ങളെങ്ങാനും ഇത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇടങ്കോലിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ ഒരു രഹസ്യമായിട്ട് വെച്ചത്. നിങ്ങൾ രണ്ടും കൂടെ എന്താണെന്ന് വെച്ചാൽ അയക്കും. വാ. എടി, എൻ്റെ പിടിവാശിയൊക്കെ മാറുമ്പോൾ എന്നെ വിളിച്ച് പറ. സുരേഷോട് ഞാൻ സംസാരിച്ചോളാം. എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. പിന്നെ അമ്മ, ഈ മക്കൾ മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള തീരുമാനമൊക്കെ ഇങ്ങനെ വിട്ടേക്കണം. പ്രായമായിട്ട് വരികയാണ്, അപ്പം ചില പിടിവാശികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ദോഷം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. എന്നാലും മോനെ, ഞാൻ എന്താണ് പറയാൻ വരുന്നത് എനിക്കറിയാം, അതുകൊണ്ടത് പറയണ്ട. ശരി, ബൈ. പോയിട്ട് വരാം. പോയിട്ട് വരാം.